കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ, മുന്നണികൾ പോരാട്ടത്തിനൊരുങ്ങി നിൽക്കുമ്പോൾ ഇന്നൊരു സർവേ ഫലം പുറത്തുവന്നു. ദേശീയ മാധ്യമമായ NDTV വോട്ട് വൈബുമായി സഹകരിച്ച് പുറത്തുവിട്ട സർവേയിൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയനേക്കാൾ ജനപിന്തുണ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇരു നേതാക്കളും തമ്മിൽ 4.5% വ്യത്യാസം. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് എന്തൊരു വലിയ നേട്ടമാണ് ഈ സർവേ. പിന്നെ എന്തുകൊണ്ടായിരിക്കും സർവേയിൽ എന്റെ പേരില്ലാത്തത് വളരെ നന്നായി എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്? ഇന്നത്തെ പ്രൈം സ്റ്റോറി സർവേയുടെ സ്പോൺസർ ആരാണ്? നമുക്കാദ്യം NDTV നടത്തിയ സർവേയിലെ കണക്കുകൾ ഒന്ന് നോക്കാം. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരാണ്? അതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്ന് 2 പേരുണ്ട് പട്ടികയിൽ. ഒന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, 2 തിരുവനന്തപുരം MP ശശി തരൂർ. BJPയിൽ നിന്ന് ഒരൊറ്റ പേര്, രാജീവ് ചന്ദ്രശേഖർ മാത്രം. ഇടതുപക്ഷത്തിൽ നിന്നും 2 പേരുണ്ട്. നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഇനി നമ്മൾ കണക്കുകളിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഓരോ നേതാക്കൾക്കും കിട്ടിയ കണക്കുകളിലേക്ക് പോവുകയാണ്. VD സതീശന് നോക്കുക, കിട്ടിയിരിക്കുന്നത് 22.4%. പിണറായി വിജയന് കിട്ടിയത് 18%. ശൈലജ ടീച്ചർക്ക് ലഭിച്ചത് 16.9%. രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയത് 14.7%. ശശി തരൂരിലേക്ക് വന്നാൽ 9.8%. ഇതാണ് കണക്കുകൾ. NDTV പുറത്തുവിട്ട സർവേ അനുസരിച്ച് ഇതാണ് കണക്കുകൾ. അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ളതിന്റെ ഒരു ജനമനസ്സാണ് അവർ പറയുന്നത്. ഈ കണക്കുകളെ നമുക്ക് 2 തരത്തിൽ വിശകലനം ചെയ്യാം. ഒന്ന്, പരിഗണിച്ച നേതാക്കളുടെ പട്ടികയിൽ കൂടുതൽ ജനപിന്തുണ, അത് VD സതീശനാണ്. പക്ഷേ അത്ഭുതപ്പെടുത്തിയത് രമേശ് ചെന്നിത്തലയുടെ പേരില്ല, KC വേണുഗോപാലിന്റെ പേരില്ല എന്നതാണ്. പക്ഷെ ശശി തരൂരിന്റെ പേരുണ്ട് താനും. വെറുതെയാണോ തന്റെ പേരില്ലാത്തത് നന്നായി എന്ന് ചെന്നിത്തല ഇന്ന് പറഞ്ഞത്? ഇപ്പൊ പുതുതായിട്ട് വന്ന ഒരു സർവേ ഫലം, അതില് മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം, അതിലൊക്കെ ചുമ്മാ അല്ല, അങ്ങയുടെ പേരില്ല. വേണ്ട, എന്റെ പേരില്ലാതെ വളരെ നന്നായി. അങ്ങയുടെ പേര് ഓഫറായിട്ട് പോലും കൊടുത്തിട്ടില്ല. ദേശീയ മാധ്യമങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ പേരില്ല, ഇത് വളരെ നന്നായി. കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. ഇതൊന്നും ഒരു കാര്യം. പാർട്ടിക്ക് സർവേ ഉണ്ടോ? പാർട്ടിയുടേതായ സിസ്റ്റം ഉണ്ട്. അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ സർവേ ഉള്ളത്. ഇത് ഓരോ താല്പര്യം അനുസരിച്ച് ഓരോരുത്തർക്ക് നമ്മുടെ പേരില്ല. കൈകൂപ്പിയാണ് ചെന്നിത്തല തന്റെ പേരില്ലാത്തത് നന്നായി എന്ന് പറഞ്ഞത്. ആളുകൾക്ക് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ സർവേ എന്നും ചെന്നിത്തല പറഞ്ഞു. ആരെയോ കുത്തി പറയുന്നത് പോലെ തോന്നിയില്ലേ? എന്നാലും ആരായിരിക്കും ആ പണിയില്ലാത്ത ചിലർ? ഇനി അടുത്ത വിശകലനം. സതീശൻ പ്ലസ് തരൂർ ടോട്ടൽ എത്രയായി? 32.2. പിണറായി പ്ലസ് ശൈലജ ടോട്ടൽ എത്രയായി? 34.9. അതായത് 2.5% വ്യത്യാസം. മുൻതൂക്കം ഇടതിന് തന്നെയാണ്. NDTV വോട്ട് വൈബ് പുറത്തുവിട്ട ആ ഗ്രാഫ് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടു നോക്കാം. നമ്മളെല്ലാവരും പഠിച്ച സ്കൂളിൽ കണക്കിൽ 16 ആണോ 14 ആണോ വലിയ സംഖ്യ? ഞാൻ പഠിച്ച സ്കൂളിൽ എന്തായാലും 16 തന്നെയാണ്. പക്ഷേ ഈ ഗ്രാഫ് നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ 14-നാണ് ശൈലജ ടീച്ചറുടെ 16-നേക്കാൾ വലുപ്പം. ഇനി സർവേ വോട്ട് വൈബിനെ കുറിച്ചാണ് 2 വാക്ക്. അധികം പിറകോട്ട് പോകണ്ട, ബീഹാർ വരെ ഒന്ന് പോയാൽ മതി. നവംബറിലായിരുന്നു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനു മുൻപ് ഇതേ വോട്ട് വൈബിന്റെ ചില പ്രവചനങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. 1, നിതീഷ് കുമാറിന് വെറും 18% മാത്രം ജനപിന്തുണ. 2, പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി അവഗണിക്കാനാകാത്ത ശക്തിയായി ഉണ്ടാകും. 3, ബീഹാർ സർക്കാരിന്റെ ഭരണത്തിൽ യുവാക്കൾ അതൃപ്തരാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നു. എന്തായി? ബീഹാറിൽ നിതീഷ് 10ാം തവണയും മുഖ്യമന്ത്രിയായി. ജൻ സുരാജ് പാർട്ടി വട്ടപൂജ്യം. ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ.